ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ലേഡി അവളുടെ ബോയ് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി വരുന്നു. അവർ നാളെ എവിടെയാണ്ട് പോകാനുള്ളൊരു ചാറ്റിങ്ങില്ല, അതുകൊണ്ട് തന്നെ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അടുത്തിരുന്നൊരു സ്ഥലത്ത് ഫോൺ വെച്ചോണ്ട് പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അവളുടെ ഫോൺ വൈബ്രേഷനിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അടുത്തിരുന്നൊരു വേസ്റ്റ് ബക്കറ്റിൽ അവളുടെ ഫോൺ വീണോകുന്നു. അവൾ ഫോൺ തരുന്ന സമയത്ത് അവളുടെ കയ്യിൽ എന്താണ്ട് കുത്തി കയറിയ പോലെ തോന്നുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതെന്തോ ഒരു സൂചിയാണെന്ന്. അതിലെന്തോ വാക്സിൻ എഴുതിയിട്ടുണ്ടായി. അവൾ പെട്ടെന്ന് അത് പറിച്ചെടുത്തിട്ട് അതെന്താണെന്ന് വായിച്ചു നോക്കുന്നു. അപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അതൊരു ട്രൈപ്പോ വാക്സിൻ ആണെന്ന്. അവൾക്കൊന്നും മനസ്സിലാത്തതുകൊണ്ട് തന്നെ അവളുടെ ഫോൺ തിരയാൻ തുടങ്ങുന്നു. അവളുടെ ഫോൺ കിട്ടിയ ഉടനെ അവൾ പെട്ടെന്ന് ആ വാക്സിൻ്റെ പേര് അടിച്ചെടുക്കുന്നു. അങ്ങനെ അടിച്ചെടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾക്ക് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാക്സിൻ ആണെന്ന്. എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഒരു മനുഷ്യൻ്റെ മേത്ത് അത് കയറിയാലുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഫസ്റ്റ് മനുഷ്യന്മാരുടെ മേത്തിൽ ചെറിയ ചെറിയ കുരുവായിട്ട് വരും. അത് എന്നിട്ട് ഓരോ സ്ഥലത്തും പകർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ മരിച്ചു പോവാൻ സാധ്യത എന്ന് പറയുന്നു. അത് കേട്ട് അവൾ പേടിച്ചു പോകുന്നു. അതുപോലെ തന്നെ അവളുടെ കയ്യിലും അങ്ങനെ ചെറുതായിട്ട് പകരാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ഫോൺ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളത് പെട്ടെന്ന് കഴുകി കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോകില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൾ എത്രയോ കഴുകി കളഞ്ഞിട്ടും പോകുന്നില്ല. അപ്പോൾ പറയുന്നു, നിങ്ങളുടെ അടുത്ത് ബ്ലീച്ചിങ് പൗഡർ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴുകി കളയാൻ പറയുന്നു. അവിടെ അവൾ തിരഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടിയോണ്ട് തന്നെ അവൾ കയ്യിൽ നല്ലോണം തേച്ച് കഴുകുന്നു. അപ്പോഴത് പോകുന്നു. സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ഫോൺ പറയുന്നത്, നിങ്ങളുടെ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും പകർന്നിട്ടുണ്ടോ നോക്കാൻ പറയുന്നു. അവൾ നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ പകർന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മുഴുവനും പകരും, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് അവളുടെ കണ്ണ് എന്തോ ആയതുപോലെ അവൾക്ക് തോന്നുന്നത്. അവൾ അടുത്തിരുന്ന കണ്ണാടിയിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവളുടെ കണ്ണിലും പകർന്നിട്ടുണ്ടെന്നും. അവൾക്ക് മനസ്സിലായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അവൾ അവിടെ ഒന്നും ചെയ്യാതെ അവിടെ ഒരു സ്ഥലത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ വാതിൽ ചെറുതായി തുറയുന്ന പോലെ തോന്നുന്നത്. എന്നിട്ട് അവൾ പെട്ടെന്ന് ആ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവളുടെ പോലെ തന്നെ ആരോ ഒരാൾക്കും ഇതുപോലെ തന്നെ ബാധിച്ച് അവിടെ നിൽക്കുന്നതായി അവൾ കാണുന്നു. അങ്ങനെ അവിടെ പേടിച്ച് ആ കഥ തീരുന്നു. ബൈ ഗൈസ്. ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യൂ.